നമസ്കാരം, നിളാവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികൾക്ക് നിയമബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 7ാം തരം വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് അറിയണം ചതിക്കുഴികൾ എന്ന പേരിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. അങ്ങനെയാണ് മക്കൾ പഠിപ്പ് കഴിഞ്ഞ് 3 വർഷത്തെ അല്ലെങ്കിൽ 4 വർഷത്തെ ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ അല്ലെങ്കിൽ 2 വർഷത്തെ +2 വിദ്യാഭ്യാസം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴാണ് അറിയുന്നത് മക്കള് എന്തായിട്ടുണ്ടായിരിക്കും ലഹരിക്ക്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി നടക്കുന്ന വിവിധ തട്ടിപ്പുകളെപ്പറ്റിയും തെറ്റായ ലിങ്കുകൾ അയച്ചു നൽകി നടത്തുന്ന സാമ്പത്തികവും ക്രിമിനൽ സ്വഭാവവുമുള്ള കുറ്റകൃത്യങ്ങളെപ്പറ്റിയും തിരൂർ പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് പോലീസ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷംസാദ് ക്ലാസ് എടുത്തു. തിരൂർ പിങ്ക് പോലീസ് ടീമിൻ്റെ സഹായത്തോടെയാണ് വിദ്യാർത്ഥികൾക്കായി നിയമബോധവൽക്കരണം നടത്തിയത്. ലഹരി മാഫിയയുടെ വ്യാപനവും നിയമ നടപടികളും സോഷ്യൽ മീഡിയകളുടെ ദുരുപയോഗവും ഉണ്ടാകുന്ന നിയമപ്രശ്നങ്ങൾ, റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതും പോലീസ് ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾക്കായി വിശദീകരിച്ചു നൽകി. പിന്നെ എന്താ പറയാ, അതിനെ പൊടിച്ചു കഴിഞ്ഞിട്ടാണ് ഇതിനകത്ത് വെച്ചിട്ട് ചുരുട്ടിയിട്ടാണ് എന്ത് ചെയ്യുക, അത് വലിക്കുമ്പോ സാധാരണ നമ്മള് ബീഡി വലിക്കണക്കാളും അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കണക്കാളും കൂടുതൽ ലഹരി ഒന്ന് കിട്ടും. കഞ്ചാവ് മുട്ടായി കഴിക്കും. ആ മുട്ടായി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ പിറ്റത്തെ ദിവസം ആ കുട്ടി ഇങ്ങനെ മുട്ടായി തരും. അപ്പോൾ നിങ്ങളത് കഴിക്കും, കുഴപ്പമൊന്നുമില്ല, സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന മയത്തെ മുട്ടായി തന്നെയായിരിക്കും. അങ്ങനെ 2-3 ദിവസം കഴിയുമ്പോൾ പിന്നെ പിറ്റത്തെ ദിവസം ഇപ്പൊ ഇന്ന് നിങ്ങൾ മുട്ടായി കൊണ്ടുവന്നത് ആ കുട്ടി മുട്ടായി കൊണ്ടുവരും, നാളെയും തന്ന്, മറ്റന്നാളും തന്നു, ബുധനാഴ്ച. അപ്പൊ നിങ്ങൾക്ക് നല്ല അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അമ്പിളി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷെമീന എന്നിവരും ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തു. പ്രഥമ അധ്യാപകൻ റസാഖ് പാലോളി, എ റഹീജ, എ ബദരിയ, MVO ഷഹല എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് നിളാവിഷൻ, തിരൂർ.